നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ ആദ്യ പ്രതികരണവുമായി അതിജീവിത. നീതി നിഷേധിക്കപ്പെട്ടെന്നും നിയമത്തിന് മുന്നിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന തിരിച്ചറിവുണ്ടായെന്നുമാണ് അതിജീവിത സോഷ്യൽ മീഡിയയിൽ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദിലീപിന്റെ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ഒരു മാധ്യമങ്ങൾക്കും ഒരു ചർച്ചയും കാണുന്നില്ല. അല്ലെങ്കിൽ അന്തിച്ചർച്ച കംപ്ലീറ്റ് ദിലീപ് ഇഷ്യൂ, ദിലീപ് ഗൂഢാലോചന നടത്തി, ദിലീപ് അവന്റെ അപ്പന്റെ അടിയന്തരം കഴിക്കാൻ അവിടെ കണ്ടു, ദിലീപിന്റെ ഇത് കഴിഞ്ഞ് ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ ചർച്ചയായിരുന്നു മാധ്യമങ്ങളിൽ ഒരു മാധ്യമം എന്നല്ല, എല്ലാ മാധ്യമത്തിലും 24-ലാണെങ്കിലും റിപ്പോർട്ടറിലാണെങ്കിലും മീഡിയ വണ്ണിലാണെങ്കിലും, അതായത് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് വിട്ട ദിവസം വൈകുന്നേരത്ത് പോലും ചർച്ച അതായിരുന്നു. അതിന്റെ ഒരാഴ്ച മുൻപ് വരെയും ചർച്ച അതായിരുന്നു. ദിലീപ് എന്നിന്റെ കേസിന്റെ നാൾ വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയായിരുന്നു. 12-ാം തീയതി അവർക്ക് കുറ്റം വിധിച്ച് അതിനുശേഷം വിധിപ്പകർപ്പ് രാത്രി 10 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ മറ്റേ വന്നേ. അതിനുശേഷം അന്നത്തെ ദിവസം അവർ ഫുള്ള് രാത്രി 12-1 മണി വരെ അതായിരുന്നു, എല്ലാ ചാനലുകളിലും കംപ്ലീറ്റ് അതായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ, അത് കംപ്ലീറ്റ് ദിലീപിന് അനുകൂലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാള് പോലും ചർച്ച ചെയ്യുന്നില്ല. മെയിൻ സ്ട്രീം നടക്കുന്ന ഒരാൾ പോലും. ആകെ ചർച്ച ചെയ്യുന്നത് കണ്ടത് ന്യൂസ് 18-ലുള്ള ചർച്ച മാത്രം. ന്യൂസ് 18 ചാനലിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായിരുന്നു. വേറെ ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തു അതിജീവിത ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ എന്താ ഇട്ടപ്പോഴും, മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോഴും ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്തു. അപ്പോഴും ഈ വിധിപ്പകർപ്പിലെ കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. സജിൻ ഒരു ദിവസം ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, സജിൻ എന്നിട്ട് ഈ കാര്യത്തിലേക്ക് എടുത്തിടുമ്പോൾ ഹാഷ്മി സമ്മതിക്കുന്നില്ല. അത് പിന്നീട് ചർച്ച ചെയ്യാന്നാ പറയുന്നത്. റിപ്പോർട്ടർ ചാനലിന് ഇവര് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിധിപ്പകർപ്പിലെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇവര് പറയുന്ന വിധിപ്പകർപ്പിലെ കാര്യങ്ങളൊന്നും സത്യമല്ല. ഇതും ദിലീപ് എന്ന നടന്റെ ഫാൻ ആയതുകൊണ്ട് കോടതി ഇങ്ങനെ ചെയ്തതാണ്, ജഡ്ജി ഇങ്ങനെ ചെയ്തതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണ്ടത്തരം എന്നല്ലാതെ എന്താ പറയാ. കാരണം അതിൽ അത്രയും തെളിവ് എന്ന് പറഞ്ഞാൽ ഒരു കടുക് മണിയുടെ തെളിവ് പോലും ഇല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2013 സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ചാണ് ഇത് പൾസർ സുനിയും ദിലീപും തമ്മിൽ പരിചയപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ആ സൗണ്ട് തോമയുടെ സെറ്റിൽ ആ സമയത്ത് മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി എന്ന് പറയുന്നുണ്ട്, മുകേഷിന്റെ ഡ്രൈവർ. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്ന വേഷനാണ് കേട്ടോ, മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ ആ സെറ്റിൽ വെച്ച് പരിചയപ്പെടാനും ഇഷ്ടപ്പെടാനും ഉള്ള കാരണം ഉണ്ടായത്, അവിടെ ആ സെറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് ഗുണ്ടകൾ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ പൾസർ സുനി വന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്തപ്പോൾ അങ്ങനെ ദിലീപിന് അവനോട് പ്രേമം മൂത്തിട്ട് ദിലീപ് ഈ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് തോമയുടെ സെറ്റിൽ അങ്ങനെ കൊടുത്തു എന്നാണ് പറഞ്ഞുകൊണ്ട്, സൗണ്ട് തോമയുടെ സെറ്റിൽ അപ്പോൾ ഇവർ പരിചയപ്പെട്ടത് അങ്ങനെ 2013 കേട്ടോ, 2013 അന്നാണ് ഈ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പരിചയപ്പെട്ടു, അതിനുശേഷം കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് പരിചയപ്പെട്ടോ കൊട്ടേഷൻ കൊടുത്തോ അങ്ങനെയൊന്നും ഒരു കഥകളോ അല്ല ഇത്. അത് കഴിഞ്ഞ് അതിനുള്ള തെളിവായിട്ട് ഇവർ കൊടുക്കുന്നത് അവിടെ ഒരു വൗച്ചറാണ്. പ്രൊഡക്ഷന് ഒരു വൗച്ചർ ഉണ്ട്. പിന്നെ സുനിലിന് പൾസർ സുനിക്ക് പൈസ കൊടുത്തൊരു വൗച്ചർ 650 രൂപ വൗച്ചറിൽ എഴുതിയിട്ട് 650 രൂപ സുനിൽ കുമാർ ഗുണ്ട എന്ന് എഴുതിയിട്ട് ഒരു വൗച്ചറാണ് ഇവർ ആകെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 650 രൂപ കൊടുത്ത 650 രൂപയ്ക്ക് ഈ ഗുണ്ടാപ്പണി ചെയ്യുന്ന സുനിക്കാണോ ദിലീപ് 1.5 കോടി രൂപ കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത്? അതിൽ തന്നെ ഒരു ലോജിക്കുമില്ല. അതൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഇവര്. അതൊന്നും ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ 1-2 പേര് പറഞ്ഞിട്ടും ന്യൂസ് 18-ലും കണ്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത നമ്മൾക്ക് ഈ വിധിപ്പകർപ്പ് അങ്ങനെ കിട്ടാനുള്ള വഴിയില്ല. വിധിപ്പകർപ്പ് കിട്ടണമെങ്കിൽ 6500-7000 രൂപ കൊടുത്തിട്ട് കോപ്പി എടുക്കണം. അതുകൊണ്ട് നമ്മൾക്ക് അത് എടുക്കാൻ പറ്റില്ല. നമ്മളത് കിട്ടൂല്ല എന്ന് തോന്നുന്നത്, നമുക്കത് കിട്ടൂല. അപ്പോൾ ഇങ്ങനെയാണ് ഇവര് പരിചയമായത്, ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ ആർക്കേഡിയയിലാണ് ഇവർ താമസിച്ചത്. ദിലീപും മുകേഷും താമസിച്ചത്. അവിടെ പൾസർ സുനി കാണാൻ വന്നു, കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി എന്ന് പറയുന്നുണ്ട്. അതിന്
പിന്നെ അങ്ങനെ കാണാൻ വന്നത്. അതിന് മുകേഷ് തിരിച്ചു പറയുന്നത് പൾസർ സുനി ഡ്രൈവർ ആയിരുന്നു, ഇനി സൗണ്ട് തോമയുടെ സമയത്ത് പൾസർ സുനി ഡ്രൈവർ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല, അതിനു മുമ്പ് പിരിച്ചു കിട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം കൂടി മുകേഷ് അതിൽ പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും ഇനി കൂടെ തന്നെ ഉണ്ടെങ്കിലും ഇവര് പേഴ്സണൽ ഡ്രൈവർമാരെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ കൊണ്ടുപോയിട്ടില്ല. ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദിലീപ് പറയുന്നുണ്ട് ആർക്കേഡിയിൽ എനിക്ക് റൂമുണ്ട്, പക്ഷെ ഞാൻ റൂമിലേക്ക് പോയിട്ടില്ല, ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലേക്കാണ് പോവാറ് എന്ന് പറയുന്നുണ്ട്. അത് സത്യമായിരിക്കും. കാരണം ദിലീപ് എന്നല്ല ഒരുപാട് പേരുണ്ട്, നടന്മാര് വെറുതെ റൂം എടുക്കും, പിന്നെ പ്രൊഡ്യൂസർമാരെ കുത്തുപാളയടിക്കാൻ വേണ്ടി റൂം എടുക്കും, എന്നിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനത്തെ പിന്നെ ഇവർക്ക് എന്തെങ്കിലും വല്ല ആവശ്യങ്ങൾക്കോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് റൂം അവിടെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അതായത് അതിന് സാക്ഷിയായിട്ട് പറയുന്നത് അവിടെ ഒരു ആർക്കേഡിയിൽ റൂമുണ്ട്, ആ റൂമിൽ വെച്ചിട്ടാണ് ഈ കൊട്ടേഷൻ പ്ലാൻ ചെയ്തതെന്നും പറയുന്നുണ്ട്. അതിന് സാക്ഷിയായിട്ട് പറയുന്നത് മുകേഷിന്റെ മേക്കപ്പ് മാനോ ഹെയർ ഡ്രസ്സേഴ്സോ ആരോ ആണ്. ആ ഒരു വ്യക്തിയാണ് സാക്ഷി. എന്നാണ് പുരുഷോത്തമൻ, അങ്ങനെ എന്തോ പേര്. ആ പുരുഷോത്തമനും അയാളാണ് ആ സാക്ഷി എന്ന് പറയുന്നത്. ആ പുരുഷോത്തമനും പിന്നെ പൾസർ സുനിയും വേറൊരു ഹോട്ടലിലാണ് താമസിച്ചത്. വേറൊരു ഹോട്ടലിലാണ് താമസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അയാളൊരു മൊഴി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനെയൊക്കെ തട്ടിക്കളയുന്നത് പോലെയാണ് മുകേഷ് പറയുന്നത്, ഞാൻ ഒരിക്കലും അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പൊളിഞ്ഞ് പിന്നെ ലൊക്കേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് തീർത്തത് പൾസർ സുനിയാണ്. അപ്പൊ ആ പൾസർ സുനിയോട് പ്രേമം മൂത്തിട്ട് ദിലീപ് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ വൗച്ചർ 650 രൂപ സുനിൽകുമാർ ഗുണ്ട എന്ന് എഴുതിയപ്പോൾ ദിലീപിന്റെ വക്കീലും ദിലീപും അതിനെ എങ്ങനെയാണ് എതിർത്തതെന്ന് വെച്ചാൽ, അതിന്റെ തൊട്ട് മുൻപത്തെയും തൊട്ട് പിൻപത്തെയും വൗച്ചർ കൊണ്ടുവന്നു. ആ വൗച്ചർ ബുക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ തൊട്ട് മുൻപിലുള്ളത് എഴുതിയിരിക്കുന്നത് വേറൊരാളുടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പേര് എഴുതിയിട്ട് കൈനിഗിരി വീട് ഗുണ്ട എന്ന് എഴുതിയിട്ട് 1500 രൂപ. 57 അടുത്ത വൗച്ചറിൽ 3000 രൂപ വേറൊരാളുടെ പേര് എഴുതിയിട്ട് ഗുണ്ട. അതെന്താ സംഭവിച്ചത്? ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്തതാണ് ഈ പൈസ. 750 രൂപ 650 രൂപ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്ത പൈസനെ ഇവര് ഈ ബൈജു പൗലോസിന്റെ കൂടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സംഭവം ഇതാണ്. അതെങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ ആലോചിക്കുക, അതെങ്ങനെ വിശ്വസിക്കും? കാരണം അത് ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്ത വൗച്ചറിൽ എഴുതി ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്ത ഇതിനെ ഇവരുടെയാണ്. അതാണ് സുനിൽകുമാർ ഇവിടെ വന്ന് ഇഷ്യൂ ഉണ്ടാക്കി എന്ന് പറയുന്നതിനുള്ള തെളിവായിട്ട് കൊടുത്തത്. സുനിൽകുമാറിലെ ഗുണ്ടകൾ ഇഷ്യൂ ഉണ്ടാക്കി, സുനിൽകുമാർ അത് തീർത്തു. അപ്പൊ ദിലീപിന് ഇഷ്ടമായി, അങ്ങനെയാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്നാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചു കൊട്ടേഷൻ കൊടുത്തത്. അപ്പോൾ അവിടെ പോയി അന്വേഷിക്കുകയോ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, ഇഷ്യൂ എന്നിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർപ്പ് സുനിയാണോ എന്ന് പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല. ഇവരവിടെ പോയി ആ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ അടുത്ത് പോയി പിന്നെ ഇപ്പോഴും ഉണ്ടാവുമല്ലോ വൗച്ചറും കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിയപ്പോൾ അതിലൊരു വൗച്ചറിൽ സുനിൽകുമാർ ഗുണ്ട 650 എഴുതിയപ്പോൾ അതിന് കയറിയിട്ട് വന്നു. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ അന്വേഷിച്ചില്ല, ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അവസാനം കോടതി തന്നെ അതിനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിൽ വന്നത് എന്താണ്? അങ്ങനെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ലോക്കൽസുമായിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ സെറ്റിൽ. പക്ഷെ ആ പ്രശ്നം തീർത്തത് പോലീസ് ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞു. പോലീസ് ഇടപെട്ടിട്ടുള്ള കാര്യത്തിനെ എങ്ങനെയാണ് സുനിൽകുമാറാണ് ഇടപെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തെളിവ് കൊടുക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഇവര് കൊടുക്കുമ്പോൾ ഇവര് സാമാന്യ ബോധത്തോട് ചിന്തിക്കില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഗുണ്ട വന്നിട്ട് ഒരു സെറ്റില് പ്രശ്നങ്ങൾ തീർക്കുന്ന സമയത്ത് 650 രൂപ കൊടുത്തിട്ട് അതിനെ ഇതൊരു തെളിവാണ് എന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് എന്താ വ്യക്തമായ ഉത്തമ ബോധ്യമല്ലേ ഇവർക്ക്? അത് ഒരിക്കലും നിലനിൽക്കില്ല. ഒരു 650 രൂപയ്ക്ക് ഒരു ഗുണ്ട 1650 അല്ലെങ്കിൽ 5650 അല്ലെങ്കിൽ 6500 ആണെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു.
അതൊന്നും ചെയ്യാതെ വെറും 650 രൂപ സുനിൽകുമാർ ഗുണ്ട എന്ന് കണ്ടതുകൊണ്ട് സുനിൽകുമാർ എന്ന് ചിന്തിക്കാനുള്ള അത്രയും ബോധമുള്ളൂ ഇവർ ഇത്രയും പഠിച്ചവർക്കെന്ന് നമ്മൾ തന്നെ ആലോചിച്ചു പോവുകയാണ്. അപ്പൊ അതിനൊക്കെ കോടതി ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് സമ്മതിക്കുകയും ചെയ്തു, ഞങ്ങളെ കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്ന് ഇവര് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവർ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നതെന്നാണ് അറിയാത്തത്. അതായത് അങ്ങനെയുള്ള ആളുകൾ, അപ്പോ സമ്മതിച്ച ആളുകൾ ഇപ്പൊ വന്നിട്ട് പറയണത്, മാധ്യമങ്ങളിലും എല്ലാവരുടെയും വന്ന് പറയുന്നത് കോടതി തെറ്റ് ചെയ്തു, കോടതി അവരുടെ കോടതി നിന്നു, അതുകൊണ്ട് നമ്മൾ തോറ്റു, കോടതി ദിലീപിന് വേണ്ടി ഫേവർ ചെയ്തു, അതുകൊണ്ട് തോറ്റു എന്നാണ്. അങ്ങനെ ഒരുപാട് ഒരു തെളിവുകളും ഇല്ലാതെ ഉള്ള കേസാണ് ഇത് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ വിശദമായിട്ട് ന്യൂസ് ചാനൽ കാണണം. അത് ആർക്കും കാണാൻ സമയമില്ല. കാരണം ഇവിടെ എല്ലാവർക്കും ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്നാണല്ലോ, അതാണ് പ്രശ്നം. ന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിൽ നേരിൽ കണ്ടതിനും ഗൂഢാലോചന നടത്തിയതിനും തെളിവില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ദിലീപ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പൾസർ സുനിയുടെ സാന്നിധ്യം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളുടെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതി രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള നടപടികളുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. പൾസർ സുനിയും ദിലീപും പരിചയപ്പെടുന്നത് സൗണ്ട് തോമ ലൊക്കേഷനിലാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അക്കാലത്ത് മുകേഷിന്റെ ഡ്രൈവറായിരുന്നു സുനി. സെറ്റിലെ ഗുണ്ടാശല്യം പരിഹരിക്കാൻ സുനി സഹായിക്കുകയും അങ്ങനെ ദിലീപുമായി ബന്ധം തുടങ്ങുകയും ചെയ്തെന്ന വാദത്തിന്റെ തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ഒരു വൗച്ചറായിരുന്നു. സുനിൽകുമാർ ഗുണ്ട എന്നെഴുതിയ വൗച്ചറിൽ 680 രൂപ നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം നൽകുന്ന വൗച്ചറാണിതെന്നും അതിന് മുൻപ് ശേഷവുമുള്ള വൗച്ചറുകൾ വെച്ച് പ്രതിഭാഗം വാദിച്ചു. അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മറുപടി. പൾസർ സുനി തന്നെയാണ് വൗച്ചറിൽ സുനിൽകുമാർ എന്ന് സ്ഥാപിക്കാനുള്ള നാണംകെട്ട നടപടി എന്നാണ് വിധിയിൽ ഇതേക്കുറിച്ച് കോടതിയുടെ പരാമർശം. ദിലീപിനെ ഹോട്ടൽ ആർക്കേഡിയയിലും സെറ്റിലും വെച്ച് കണ്ടെന്ന വാദം തെളിയിക്കാനുള്ള രേഖകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനായില്ല. ഡ്രൈവർമാർ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്ന് ജീവനക്കാർ മൊഴി നൽകുകയും ചെയ്തു. ജോർജ് ഏട്ടൻസ് പൂരൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തൃശൂർ ജോയ് പാലസിലെ പാർക്കിംഗിൽ വെച്ച് പൾസർ സുനി ദിലീപിനെ കണ്ടെന്ന ആരോപണവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഇരുവരും കാരവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നെങ്കിലും ടവർ ലൊക്കേഷൻ വെച്ച് ഇത് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഗൂഢാലോചനയുടെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടെന്ന വാദത്തിന് ബലം പകരുന്നതാണ് വിധിന്യായത്തിന്റെ പുറത്തുവരുന്ന ഭാഗങ്ങൾ. എന്നാൽ അപ്പോ ഇത് ആലോചിച്ച് നോക്കേ, ഇതന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയും സംഭവങ്ങള് ഇതുപോലെ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ സംഭവിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കേ. ഇത് കംപ്ലീറ്റ് ലോക്കാക്കാൻ വേണ്ടി ഈ തെറ്റ്, കാരണം ആരോ ഒരാൾ ഇവര് ഫസ്റ്റ് തന്നെ ദിലീപിനെ ലോക്കപ്പെടുത്താൻ വേണ്ടി നോക്കി. അല്ലെങ്കിൽ മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് അതിന്റെ പുറകിലേക്ക് പോയി. അത് ഇവര് മനഃപൂർവ്വം ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇവർ നോക്കി. പിന്നെ ഇവർക്ക് ദിലീപ് തെറ്റുകാരനല്ലെന്ന് മനസ്സിലായപ്പോൾ ഇനി അത് വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ ലോക്കാക്കിയിടാവാനേ ചാൻസ് ഉള്ളൂ, കൂടുതലും അതേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു തെളിവ് ഇല്ലാതിരിക്കുമോ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും CCTVന്റെ കാര്യങ്ങളും ഇത്രയും ആളുകളും എല്ലാവരും ഉണ്ടാവുമ്പോൾ ദിലീപിന് എന്തുകൊണ്ട് ഇത് കൂട്ടാൻ പറ്റുന്നില്ല? ഇവരെല്ലാവരും വില കൊടുത്ത് മേടിച്ചതാണ് ദിലീപ്. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ വീടും നാടും എല്ലാം വിൽക്കേണ്ടി വരുമല്ലോ. പിന്നെയൊക്കെ വില കൊടുത്ത് മേടിക്കാമെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും പുറത്തു വരാതിരിക്കുമോ? അപ്പോ അതുപോലെ ഇപ്പോ ഈ ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ അവിടെ സെറ്റിൽ വെച്ചിട്ട് ഇവർ കണ്ടു എന്ന് പറയുന്നത് ആ ദിവസം ഒരേ ടവർ ലൊക്കേഷനിലേ അല്ല, അതുപോലും തെളിയിക്കാൻ പറ്റിയില്ലെന്നേ. ഇവര് പറഞ്ഞത് ജോർജ് ഏട്ടൻസ് പൂരത്തില് വെച്ചിട്ട് സ്വിഫ്റ്റ് ജംഗ്ഷൻ തോപ്പുംപടിയിലെ ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവര് കാരവാനിൽ കണ്ടു എന്നാണ്. അതിൽ ഒരേ ടവർ ലൊക്കേഷനിൽ കൂടി ഇല്ലാതായി പോയി ഇവര്. പിന്നെ അതിൽ ചെകഞ്ഞു നോക്കിയപ്പോൾ ആ ദിവസം ഷൂട്ടിങ്ങേ ഇല്ല അവിടെ. അപ്പൊ അതെന്താ? ഇതെല്ലാം ഇത്രയും ഇങ്ങനെയും മോശമാക്കിയിട്ട് ഒരാളിനെ ചെയ്യണം പറഞ്ഞാൽ ഇത് ഒരു തെളിവാണ്. ഒന്ന്, നമ്മൾക്ക് ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ഇത് ഒറ്റന്നാണ് സൗണ്ട് തോമിൽ വെച്ച് ഇവർ പരിചയപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ പൊളിഞ്ഞ പാളീസായ കാര്യമാണ്. അതല്ലാതെ ജോർജ് ഏട്ടൻസ് പൂരത്തിലെ, അതല്ലാതെ ദിലീപ് ഹോസ്പിറ്റലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ദിലീപ് അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളായി പോയി. എന്താ ചെയ്യാൻ പറ്റുക?